എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ? എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഭയമാണുള്ളത്. ഞാൻ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് പബ്ലിക് സ്പീക്കിംഗ് ആണെന്നാണ്. പക്ഷെ എനിക്കുള്ള ഭയം പബ്ലിക് സ്പീക്കിംഗ് അല്ല, ആൻഡ്രോഫോബിയാണ്. നിങ്ങൾ ഇത് കേട്ട് പേടിക്കരുത്. ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മെൻ. എനിക്ക് പുരുഷന്മാരായിരുന്നു പേടി. കുഞ്ഞു നാളുകളിൽ ഞാൻ കൂടുതലും ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ആകെ കാണുന്ന ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവാണ്, എന്റെ അച്ഛൻ. എന്റെ കസിൻസ് അച്ഛൻ കളിക്കാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അച്ഛന് ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ ഭയങ്കര ഡിസിപ്ലിനറിയിലായിരുന്നു. അച്ഛന് ഒരു ഇരട്ട പേര് തന്നെ ഉണ്ടായിരുന്നു, ഹിറ്റ്ലർ. അന്ന് എനിക്ക് അച്ഛനെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ എന്നെ ഇങ്ങനെ വളർത്തിയതാണ് നല്ലതെന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ പേടി. ഞാൻ റിസർവ്ഡ് അല്ല, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷെ എന്റെ മുന്നിൽ ഒരു പുരുഷനാണെങ്കിൽ സംസാരിക്കാം, രണ്ടോ മൂന്നോ ആൾക്കാരുടെ കൂടെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ, ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ വന്ന് വീഴുകയോ വിൽക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നും. കുറെ വർഷങ്ങളായി ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത് എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു സൊല്യൂഷനും ഇല്ലല്ലോ. എന്നെ ആരെയും രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പോലും ഒരാൾ വന്ന് സംസാരിച്ചാൽ എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. നിർഗളമായി സംസാരിക്കാൻ പറ്റും. ഗംഗാ നദിയോ യമുനാ നദിയോ പോലും സംസാരിക്കാം. പക്ഷെ അവരുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് പുരുഷന്മാർ നിന്നാ എന്റെ മുട്ട് വിറയ്ക്കും. എനിക്ക് നെഞ്ചുവേദനയാണോ പാനിക് അറ്റാക്ക് ആണോ എന്ന് അറിയില്ല. വീണ്ടും വാഷ്റൂമിൽ പോകാൻ തോന്നും. എക്സാമിനേഷൻ ഹാളിൽ കയറിയപ്പം ഇതേ പ്രശ്നമായിരുന്നു. എന്റെ അടുത്തിരിക്കുന്ന ഒരു പുരുഷനായിരുന്നു, ഒരു പയ്യനായിരുന്നു. എക്സാം എഴുതാൻ പറ്റിയില്ല, എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. എനിക്ക് ഉള്ളില് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എന്റെ ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിരുന്നു. ഞാൻ എന്നൊരു വ്യക്തിയെ എനിക്ക് ആൾക്കാരിലോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. പേടിച്ച് ഒരു ഷെല്ലാതെ ജീവിക്കായിരുന്നു. ആ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൊളീഗാണ്. അവളോട് ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയുള്ള കാര്യം എനിക്ക് ആരോടും പറയുന്നത് ഇഷ്ടമല്ല. കാര്യം എന്റെ വീക്ക്നെസ് മറ്റുള്ളവരെ കേൾക്കുന്ന എനിക്ക് താല്പര്യമില്ല. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്ന്. അവള് പറഞ്ഞു, വിദ്യ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇത് പോരാ, എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ഫ്രീ ആണെങ്കിൽ എല്ലാ ആഴ്ചകളിലും എന്നെ ഒന്ന് വിളിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, വിദ്യ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് നിന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല, എന്റെ മോന് ക്ലാസ്സസും ഉണ്ട്. ആദ്യം എനിക്ക് നല്ല വിഷമം തോന്നി. കാര്യം നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവളൊരു വാക്ക് പറഞ്ഞു, ടോസ്റ്റ് മാസ്റ്റർ. ഞാൻ വിചാരിച്ചു, ടോസ്റ്റ് മാസ്റ്റർ, ഇതെന്താ ടോസ്റ്റ് മാസ്റ്റർ? ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്തു. ടോസ്റ്റ് മാസ്റ്റേഴ്സ് വീഡിയോ നോക്കിയപ്പോൾ കണ്ടതെല്ലാം സായിപ്പുമാരുടെ വീഡിയോസ് ആണ്, അമേരിക്കൻ. അവരാണെങ്കിൽ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു സ്പീച്ച്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഇവര് സംസാരിക്കുന്നത്? ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്റെ നിക് നെയിം തന്നെ ഗൂഗിൾ ദേവിയാണ്. എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റിസർച്ച് ചെയ്ത് ഒരു ക്ലബ്ബാണെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചു, ഇത് ഏത് ടൈപ്പ് ഓഫ് ക്ലബ്ബാണ്, ഒന്നും അറിയത്തില്ല. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു. പിന്നെയാണ് മനസ്സിലാകുന്നത് ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. എന്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോവുകയാണെങ്കിൽ എനിക്ക് പല ആളുകളോട് കാണാനും പറ്റും, സംസാരിക്കാനും പറ്റും. ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ ട്രാക്കിൽ പോയി തലവെക്കുന്ന ഒരു അനുഭവമാണെങ്കിലും കുഴപ്പമില്ല. ആ പേടി അഭിമുഖീകരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വലിയൊരു ഡിസിഷൻ എടുത്തു. ഞാൻ ഒരു നമ്പറിലോട്ട് വിളിച്ചു. അത് ട്രിവാൻഡ്രം ടോസ്റ്റ് മാസ്റ്റർ ക്ലബ് ആയിരുന്നു. പക്ഷെ എന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു, അവര് പിന്നെ മറന്നു. ഞാൻ വിചാരിച്ചു, എന്തായാലും കൊച്ചിയിൽ പോകുന്നല്ലേ, കൊച്ചിയിലുള്ള ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ വിളിക്കാന്ന് വിചാരിച്ചു. ആദ്യം വിളിച്ച വ്യക്തി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഡോക്ടർ രഞ്ജിത്താണ്. ഡോക്ടർ രഞ്ജിത്ത് സംസാരിച്ചപ്പോൾ എന്റെ ഉള്ളിലുള്ള ആ പാഷനും ആ പുള്ളിയുടെ പാഷനും എനിക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്തു. ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ആ നിമിഷം തന്നെ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ കയറാൻ തോന്നി. അത്രയ്ക്ക് ഉള്ളിൽ തട്ടിയാണ് രഞ്ജിത്ത് സംസാരിച്ചത്. അതിനുശേഷം ഡോക്ടർ രഞ്ജിത്ത് ഒരു നമ്പർ തന്നു. ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ ടോസ്റ്റ് മാസ്റ്റർ ജോഷായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയി എനിക്ക് അന്ന് എത്ര നേരം സംസാരിച്ച പോലും എനിക്ക് അറിയില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് എനിക്കൊരു കോൺഫിഡൻസ്, ഒരു സപ്പോർട്ടും കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു.
ഫസ്റ്റ് മീറ്റിംഗിൽ ഒളിച്ചു നിന്ന് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാം ടേൺ ഓഫ് ചെയ്തു. പേടിച്ചിട്ട് വയ്യായിരുന്നു. പക്ഷേ DTM ആശിഷ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് മാസ്റ്റർ എന്നോട് പറഞ്ഞു വീഡിയോ ടേൺ ഓൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കള്ളം പറഞ്ഞു എന്റെ തൊട്ടടുത്ത് കുട്ടികളുണ്ടെന്ന്. പേടിച്ചിട്ടാണ്. വാഷ്റൂമിൽ പോകാൻ വയ്യ എനിക്ക്. കാര്യം അത് ടേബിൾ ടോപ്പിക് സെഷൻ ആയിരുന്നു. അവരെല്ലാരും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എനിക്ക് ഉള്ള എനർജി എല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മാത്രം ആ എനർജിയിൽ ഞാൻ ടേബിൾ ടോപ്പിക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ തോന്നി. പക്ഷേ അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ ഇതേ പ്രശ്നം. എല്ലാ സ്പീച്ചിന് മുമ്പ് എനിക്ക് നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഞാൻ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒന്നുകിൽ ഫ്രൂട്ട്സ് വെക്കും, വെള്ളം കുടിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാനിക് അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് എന്നെ DTM ആശിഷ് വിളിച്ചത്. അപ്പൊ DTM ആശിഷ് അതിനു മുമ്പേ രാഖി. ഞാൻ ഫേസ്ബുക്കിൽ രാഖിയുടെ നമ്പർ ഞാൻ കണ്ടുപിടിച്ചു. രാഖി ഇങ്ങനെ സ്മാർട്ട് സിറ്റി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് മെമ്പർ ആണെന്ന് അറിയാം. ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. പുരുഷന്മാരോട് സംസാരിക്കുന്നതിനേക്കാളും പെൺകുട്ടിയുടെ ആകുമ്പോൾ തുറന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. രാഖിയുടെ അടുത്ത് സംസാരിച്ചു കുറെ നേരം. അപ്പം എനിക്കൊരു നല്ല സപ്പോർട്ട് കിട്ടി. നല്ല സംസാരിച്ചപ്പോൾ മനസ്സിലായി നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് എന്ന് എനിക്ക് തോന്നി. ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. രാഖി എനിക്ക് പറഞ്ഞു പേടിക്കേണ്ട വിദ്യ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി വന്നതായിരുന്നു DTM ആശിഷിന്റെ കോൾ. ഞാൻ ഒന്ന് പേടിച്ചുപോയി. രാഖിയുടെ കോളായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ആശിഷിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് BBC ന്യൂസ് എന്നാണോ അത് NDTV എന്നാണോ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. തിരിച്ചു പറയാനും പേടി. ഞാൻ മിണ്ടാതെ കുറെ സമയം കേട്ടോണ്ടിരുന്നു. പറഞ്ഞതെല്ലാം യാ 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 എന്നായിരുന്നു. എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. കുറച്ച് പൊങ്ങച്ചം പറയാന്ന് വിചാരിച്ചു. DTM ആശിഷ് അതും സമ്മതിക്കുന്നില്ലായിരുന്നു. DTM ആശിഷ് സംസാരിച്ചു. അവസാനം ഞാൻ കള്ളം പറയാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു NLP സർട്ടിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞ വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് 2 മാസം കൂടെ വേണം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതും DTM ആശിഷ് സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു വിദ്യ ഇത് ഏർലി ബേർഡ് എന്നൊരു സംഭവം ഉണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ വെച്ചു എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ശരി. DTM ആശിഷ് ആ സൗണ്ട് എല്ലാം കേട്ടപ്പോൾ ഞാൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നു. പേടിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു സെക്കൻഡ് മീറ്റിംഗ് വന്നു. അങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്പീച്ച് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് റൂമായിരുന്നു എപ്പോഴും സ്പീച്ച് അറ്റൻഡ് ചെയ്യുന്നത്. കാര്യം തീരെ പേടിച്ചിട്ടാണ്. പക്ഷെ ആരോടും പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല. കാര്യം എല്ലാവരും എന്നെ കാണാൻ വിചാരിക്കും ഭയങ്കര ധൈര്യശാലി എന്നാണ്. എന്റെ ഉള്ളിലുള്ള ആത്മസംഘർഷം എനിക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. മഹാഭാരത യുദ്ധമാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആശിഷിനോട് ഞാൻ പറഞ്ഞു ആശിഷ് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. ആശിഷ് പറഞ്ഞു വിദ്യ ഞാൻ ഒരു കാര്യം പറയാം, അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പേടി നമുക്ക് എപ്പോഴും ഉണ്ട്. പേടിയില്ലാത്ത ലോകത്ത് ആരുമില്ല. ആശിഷ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പേടിയെ ഇത് എങ്ങനെ മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ആശിഷ് അങ്ങനെയാണ് ഓരോ മീറ്റിങ്ങിലും വരുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര മെറ്റഫർ ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആശിഷ് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, ബ്രീത്തിങ് എക്സസൈസ്. അതിനുശേഷം എല്ലാ മീറ്റിങ്ങും ഞാൻ ഈ 2 കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതെന്നെ വളരെ വളരെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ഞാൻ പറയാം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് പേടിയില്ലാതില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ പേടി എനിക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ഇത് സ്ട്രെസ് അല്ല, സ്ട്രെസ് ആണ്. 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പേടി വന്ന് ഞാൻ അടിച്ചു പോകുമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് അതല്ല. ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്ട്രെസ് ആണ്. പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്. നല്ല കാര്യങ്ങൾക്ക് മുമ്പ് കല്യാണം മണ്ഡപം ഏതൊരു നല്ല കാര്യങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഇതാണ് പോസിറ്റീവ് സ്ട്രെസ്. അങ്ങനെ എനിക്ക് ഈ 3 ആൾക്കാരോടും എനിക്ക് അതിയായ കടപ്പാടുണ്ട്. രഞ്ജിത്ത്, ജോഷിൻ, ആശിഷ്, രാഖി 4 പേർ. ഇവരാണ് എന്റെ ഫൗണ്ടേഷൻ. ഈ ടോസ്റ്റ് മാസ്റ്റർ എന്നൊരു ഫൗണ്ടേഷൻ എന്നെ സഹായിച്ച വ്യക്തികളാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെ ഞാനെന്നൊരു വ്യക്തി 90% മാറിയത് ഈ ടോസ്റ്റ് മാസ്റ്ററിൽ വന്നതിന് ശേഷമാണ്. എന്റെ ജീവിതത്തില് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല, ഇത്രയും വർഷം 2019 വരെ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനൊരു മാറ്റം വഴി ഒരുക്കി തരുന്നത് ടോസ്റ്റ് മാസ്റ്റർ ആണെന്നാണ്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്നും അറിയില്ല. എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓരോ സ്പീച്ച് ചെയ്യുമ്പം അതിൽ 1000 ആണോ 100 പേരോ നോക്കുന്നില്ല. അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ എനിക്ക് വലിയൊരു സർട്ടിഫിക്കേഷൻ ആണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാൾക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്തണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പെർസ്വേസീവ് ഇൻഫ്ലുവൻസ്, ഡിഫിക്കൽട്ട് ടു മാനേജ് ദി ഓഡിയൻസ്, ഹ്യൂമറസ് സ്പീച്ച്. എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തൊക്കെ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി ഈ പലതരത്തിലുള്ള സ്പീച്ച് ഇതുണ്ട്, സ്പീച്ച് ഇതുണ്ട്,
പാത്വേസ് ഉണ്ട്, ഈ പലതരത്തിലുള്ള സ്പീച്ച് കാര്യങ്ങളുണ്ട്, ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസ്, ടൈമർ റോളൊക്കെ ഞാൻ എത്ര കുപ്പി വെള്ളം കുടിച്ച് തീർത്തെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ ആ ടൈം ഇങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ അക്കൗണ്ടർ റോൾ, ഗ്രമേറിയൻ റോള്, ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ദി ഡേ, ആ സ്ക്രിപ്റ്റ് എഴുതി ഏകദേശം ഒരാഴ്ച എടുത്തു ആ സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ. എങ്കിലും എനിക്ക് ആ സ്പീച്ച് ക്രാഫ്റ്റ് ചെയ്യാനും സ്പീച്ച് എഴുതാൻ പോലും എനിക്ക് ഇതിനു മുമ്പ് ട്വീറ്റ്സ് എഴുതും, ബ്ലോഗ് എഴുതും. സ്പീച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലുതായിട്ട് എഴുതുന്നത്. ആ ഒരു അടിസ്ഥാനം തന്നെ ടോസ്റ്റ് മാസ്റ്റർ ആണ്. സ്പീച്ച് എങ്ങനെ എഴുതണം, എന്റെ കൂട്ടുകാരി പോലും ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ കൺവിൻസ് ആയത് അവള് പറയുന്നുണ്ട് നിന്റെ മാറ്റമാണ് ഞാൻ. കാര്യം അവള് എന്റെ കൂട്ടുകാരി കൃഷ്ണ ഒരിക്കലും എന്താ പറയുന്നത്, ആര് പറയുന്ന കേട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു കുട്ടിയല്ല. പക്ഷെ എന്റെ വ്യത്യാസം, എന്റെ മാറ്റവും കണ്ട് ആണ് കൃഷ്ണ ജോയിൻ ചെയ്തത്. ഞാൻ ലാസ്റ്റ് ഇയർ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതാണ് ഈ ക്ലബിൽ. അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ എന്റെ ബോഡി ലാംഗ്വേജ്, എനിക്ക് എങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, എങ്ങനെ എന്റെ കൈ മൂവ് ചെയ്യണമെന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പറ്റി. എന്റെ വോയിസ് മോഡുലേഷൻ, ഞാൻ സ്റ്റേജിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്, പാടാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ 2013 ഒരു പേടിച്ചിട്ട്, ഫേസ് കാണിക്കാൻ പേടിച്ചിട്ട് വെറും എന്റെ പാട്ട് മാത്രം റെക്കോർഡ് ചെയ്ത്. ഇന്ന് നോക്കിയപ്പോൾ അതിൽ 20 സബ്സ്ക്രൈബർ ഉണ്ട്. 2013 അന്ന് എനിക്ക് ധൈര്യമില്ല എന്റെ ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ധൈര്യം തന്നത് ടോസ്റ്റ് മാസ്റ്ററിന്. ഇവിടെ കയറിയ ശേഷമാണ് ഞാൻ ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ എന്റെ പാട്ടുകൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സഭയിൽ പാടണമെന്നായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമും തന്നത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്. ഇന്ന് എനിക്ക് ഇത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് പേടിയില്ലാത്ത ലോകത്ത് ആരുമില്ല. പക്ഷെ ആരും അത് കാണിക്കുന്നില്ല. എല്ലാവരും പലതരത്തിലുള്ള പേടി മറച്ചു വയ്ക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താണ് വരുന്നത് അതൊരു പിന്മാറി നിൽക്കരുത്. മുമ്പോട്ട് തന്നെ പോകണം. നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോകുന്നു അതിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു വരും. ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, സിറ്റുവേഷൻ ജീവിതത്തിൽ വരുമ്പോൾ പറഞ്ഞു തരണം അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. അത് നമ്മുടെ ബോഡി നമ്മളെ സേഫ് ഗാർഡ് ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ബോഡി എടുത്ത് നമുക്ക് സ്വയമേ പറയണം എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഷെല്ലാത്ത ജീവിച്ചാൽ നമുക്കൊന്നും ഈ ജീവിതത്തിൽ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇത്രയും സുന്ദരമായ ഈ ലോകത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സംസാരിക്കാനും കഴിഞ്ഞെങ്കിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രയും ഭാഗ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.